കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഹൈറാർക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒന്നാമത് നിൽക്കുന്നത് നമ്മുടെ എ കെ ആന്റണി തന്നെയാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക സമിതി അംഗം മാത്രമാണ്. എങ്കിലും പ്രായം കൊണ്ടും പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ സ്റ്റേച്ചർ കൊണ്ടും അദ്ദേഹമാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് നിൽക്കുന്നത്. രണ്ടാമത് ഒരുപക്ഷെ കെ.സി. വേണുഗോപാൽ ആവാം. അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു ജനറൽ സെക്രട്ടറിയാണ്. അത് മാത്രമല്ല സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. പാർട്ടിയുടെ കേന്ദ്ര ഓഫീസിന്റെ ചുമതലയുള്ള ആൾ എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാം. പിന്നീട് KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മറ്റൊരു പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ, പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവ് രമേശ് ചെന്നിത്തല. ഇങ്ങനെ നമുക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഹൈറാർക്കി വേണമെങ്കിൽ തീരുമാനിക്കാൻ പറ്റും. ഇവരോടെല്ലാം കൂടെ ഉള്ള ഒരു ചോദ്യമാണ്, ഒരു സാധാരണ മനുഷ്യന്റെ, കേരളത്തിൽ ജീവിക്കുന്ന ഒരാളിന്റെ, കേരളത്തില് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുകയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളിന്റെ ഒരു നേരിയ സംശയം, ചിഹ്ന സംശയം. ഈ INTUC എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, അത് കോൺഗ്രസിന്റെ ആണോ? അത് കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടനയാണോ? ഇപ്പൊ കേരളത്തിൽ KPCCക്കോ കേന്ദ്രത്തിൽ AICCക്കോ ഈ INTUCയുടെ മേൽ എന്തെങ്കിലും ഒരു നിയന്ത്രണമുണ്ടോ? കോൺഗ്രസിന്റെ നയങ്ങളാണോ കേരളത്തിൽ INTUC, അതായത് KPCC പറയുന്നതാണോ അതനുസരിച്ചാണോ കേരളത്തിലെ INTUCയുടെ നയം രൂപവൽക്കരിക്കേണ്ടത്? ചരിത്രം നോക്കുമ്പോൾ AITUC ഇപ്പൊ CPIയുടെ തൊഴിലാളി സംഘടനയാണ്. അത് ഉണ്ടായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അന്ന് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ആളുകളാണ് അതിന്റെ സ്ഥാപനത്തിന്റെ പിന്നിൽ, അത് രൂപവൽക്കരിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നപ്പോൾ അത് CPIയുടെ തൊഴിലാളി സംഘടനയായിട്ട് മാറി. പാർട്ടി പിളർന്നപ്പോൾ അത് CPIയുടെ നിയന്ത്രണത്തിലായി. അങ്ങനെ AITUC പാർട്ടിയുടെ തൊഴിലാളി സംഘടനയായിട്ട് രൂപാന്തരം പ്രാപിച്ചപ്പോഴാണ് കോൺഗ്രസ് നേതൃത്വം ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന പേരിൽ അവരുടെ തൊഴിലാളി സംഘടന രൂപവൽക്കരിച്ചത്. ഇത് കോൺഗ്രസിന്റെ പോഷക സംഘടനയാണോ എന്ന കാര്യത്തിലൊക്കെ പലപ്പോഴും സംശയങ്ങൾ വന്നിട്ടുണ്ട്. ചില INTUC നേതാക്കൾ അങ്ങനെയല്ല എന്ന് വാദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ INTUC അവർ തന്നെ സമ്മതിക്കുന്നത്, പറയുന്നത് ഇത് കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടനയാണ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ അനുസരിച്ച് നിൽക്കണോ, അതോ അതിന്റെ പ്രസിഡന്റ് ഏകപക്ഷീയമായി എടുക്കുന്ന നിലപാടുകൾ അനുസരിച്ചാണോ പ്രവർത്തിക്കേണ്ടത്? ഇതാണ് ചോദ്യം. കേരളത്തില് ആശാ വർക്കേഴ്സ് ഒരു വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ടുള്ള നിരാകാര സമരം ഇപ്പൊ 16 ദിവസം പിന്നിടുകയാണ്. അത് തുടങ്ങിയിട്ട് ഏറെ കാലമായി. ഏറ്റവും അവസാനം അവരുടെ ഒരു സമര പരിപാടിയായിട്ട് നമ്മൾ കണ്ടത്, ആശാ വർക്കേഴ്സ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നവര് സമരപ്പന്തലില് അവരുടെ തലമുടി മുറിച്ചു കളയുക, അല്ലെങ്കിൽ തലമുണ്ടനം ചെയ്യുക എന്നുള്ളതായിരുന്നു. നമ്മൾ ആലോചിക്കണം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണുന്ന ഒന്നാണ് അവരുടെ തലമുടി. നമുക്കറിയാം, പലപ്പോഴും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് തലമുടിയുടെ പരിപാലനത്തിനാണ്. അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ്. ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമായിട്ട് കൂടി നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ളവര് ഉണ്ടാവാം. ആ മുടി മുറിച്ചു കളഞ്ഞുകൊണ്ട്, തല മുണ്ടനം ചെയ്തുകൊണ്ട് അവർ സമരം ചെയ്തു. അന്ന് ഈ മുടി മുറിക്കാൻ ഇരുന്ന് കൊടുത്ത പല പ്രവർത്തകരും, പലരല്ല എല്ലാവരും കണ്ണുനീരൊഴുക്കിക്കൊണ്ടാണ് അവിടെ ഇരുന്നത്. അവർ പൊട്ടിക്കരയുകയായിരുന്നു മുടി മുറിച്ചു മാറ്റുമ്പോൾ. സത്യത്തിൽ അതിന്റെ വിഷ്വൽസ് കണ്ട നമ്മൾ പോലും, സാധാരണ മാനുഷികമായ വികാരങ്ങളുള്ള ആരും, അവരുടെയൊക്കെ കണ്ണു നിറഞ്ഞുപോയി ഈ ഒരു സമരമുറ കണ്ടിട്ട്. അവർക്ക് യാതൊരു ഗത്യന്തരവുമില്ലാതെ, യാതൊരു നിവൃത്തിയുമില്ലാതെ, നിസ്സാരമായ ഒരു ഓണറേറിയം വർഷന് വേണ്ടി വിരമിക്കുമ്പോൾ കിട്ടേണ്ട ചില ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സമരമാണ്. അവർക്ക് പറഞ്ഞല്ലോ, വേറെ ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സമരമുറിയിലേക്ക് പോയത്. അപ്പൊ സെക്രട്ടറിയിൽ ഇരുന്നു കൊണ്ട് ഇതിനെ പരിഹാസത്തോടും പുച്ഛത്തോടും കൂടി നോക്കിയവരുണ്ട്. ഈ സമരത്തെ, മുടിമുറിക്കൽ സമരത്തെ. അത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആരോഗ്യമന്ത്രി തന്നെയാണ്, വീണ ജോർജ്. ഒരു വനിതയാണ്, സ്ത്രീ. അവർ തന്നെയാണ് ഈ സമരത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട്, ശക്തമായിട്ട് ഈ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിന്റെ കാര്യത്തിൽ INTUCയുടെ നിലപാട് എന്താണ്? നേരത്തെ ഒരു പരസ്യമായിട്ട് തന്നെ INTUCയുടെ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇപ്പൊ INTUC ഇരിക്കുന്നത്. INTUC എന്ന് പറഞ്ഞാൽ R ചന്ദ്രശേഖരനാണ്. അദ്ദേഹം ആദ്യം പരസ്യമായിട്ട് തന്നെ ഈ സമരത്തെ തള്ളിപ്പറഞ്ഞു. KPCC ഇടപെട്ടു. സുധാകരനും സതീശനും ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയപ്പോൾ സമരത്തെ പിന്തുണയ്ക്കാൻ തയ്യാറായി. പക്ഷെ അത് വെറും പറച്ചിൽ മാത്രമായിരുന്നു. പ്രവർത്തിയിൽ അവരിപ്പോഴും ആശാ വർക്കർമാരുടെ സമരത്തിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിരിക്കുകയാണ്. ഇത് കേരളത്തിലെ KPCC എടുത്തിട്ടുള്ള
KPCയിൽ ആരും അതിനെതിരല്ല, എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. ഇത് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സമരമാണ് ആശമാരുടെ സമരം. ചെറിയ ഒരു വേതന വർധനവിന് വേണ്ടി നടത്തുന്ന സമരമാണ്. ഇതുപോലെ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണ കിട്ടിയ ഒരു സമരം നേരത്തെ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് രാഷ്ട്രീയക്കാരൊക്കെ എതിർക്കുന്നുണ്ട്, INTUC എതിർക്കുന്നുണ്ട്, CITU എതിർക്കുന്നുണ്ട്, മറ്റു ചില സംഘടനകൾ എതിർക്കുന്നുണ്ട്. അതല്ലാതെ മറ്റുള്ളവരുടെ എല്ലാം പിന്തുണ ആർജിച്ച ഒരു സമരമാണിത്, ബുദ്ധിജീവികളുടെയും എഴുത്തുകാരുടെയും ചിന്തകരുടെയും ഒക്കെ. എന്നിട്ടും INTUC എന്തുകൊണ്ട് ഈ സമരത്തെ ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ എതിർക്കുന്നു? അതിനെ പൊളിക്കാൻ നിൽക്കുന്നു, അടവരയിട്ട് പറയുന്നു പൊളിക്കാൻ നിൽക്കുന്നു. അതാണ് ചോദ്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളോടാണ്. ഇതിനിടെ സംസ്ഥാന സർക്കാർ ഈ സമരം സംബന്ധിച്ചൊരു കൂടിയാലോചന വിളിച്ചു, അല്ലെങ്കിൽ ചർച്ച. മറ്റ് തൊഴിലാളി യൂണിയന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു, നേതാക്കൾ ഉണ്ടായിരുന്നു, ഒപ്പം ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ പ്രതിനിധികളും. അവിടെ നമ്മുടെ INTUCയുടെ പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ വളരെ വിലപ്പെട്ട ഒരു നിർദ്ദേശം ഉന്നയിച്ചു. ഒരു $1 മില്യൺ സജഷനാണ് അദ്ദേഹം ഉന്നയിച്ചു. അതായത് നമുക്ക് ഈ ആശമാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്കൊരു സമിതിയെ, വിദഗ്ധ സമിതി എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഒരു സമിതിയെ നമുക്ക് നിയോഗിക്കാം. അവർ ചർച്ച ചെയ്യട്ടെ, ചർച്ച ചെയ്ത് വരുമ്പോൾ നമുക്കത് ആലോചിക്കാം. പിന്നെ വിദഗ്ധ സമിതിയെ വെക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആശാസമരന്മാരുടെ സമരത്തിന് പ്രസക്തിയില്ല. ആശമാര് സമരം നിർത്തി എഴുന്നേറ്റ് പോവുകയല്ലാതെ വേറെ വഴിയില്ല. അതായിരുന്നു കണക്കുകൂട്ടൽ. അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചപ്പോഴത്തേക്ക് സർക്കാരിന് വലിയ സന്തോഷം, പൂർണ്ണ സമ്മതം. CITUവിന് സന്തോഷം, സമ്മതം. ഉടനെ തന്നെ ഈ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ച ആരംഭിച്ചു. തീരുമാനിച്ചു കഴിഞ്ഞു. ചന്ദ്രശേഖരൻ സാർ പറഞ്ഞു, വീണ ജോർജ് മാഡം അംഗീകരിച്ചു, CITUവിന്റെ പ്രതിനിധി സമ്മതിച്ചു. പിന്നെ കമ്മിറ്റി, വിദഗ്ധ സമിതി, ഇനി അധ്യക്ഷൻ ആരാവും? ഇവര് വിചാരിച്ചത് ഈ ആശമാര് വെറും പൊട്ടത്തി പെണ്ണുങ്ങളെന്നാണ്. ഒന്നും അല്ല സഹാക്കളെ. അവര് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് ഈ സമരം വിജയത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന സ്ത്രീകളാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. നിങ്ങളൊരു വിദഗ്ധ സമിതി എന്ന് പറഞ്ഞാൽ ആ കുടുക്കിൽ, ആ കുരുക്കിൽ, ആ കെണിയിൽ വീഴാൻ വന്നവരല്ലവര്, അതിന് പോകുന്നവരല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളെവരെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. കുറെ പെണ്ണുങ്ങള് ഈ പാട്ടസമരവുമായിട്ട് വന്നിരിക്കുന്നതൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരെ അങ്ങ് താഴ്ത്തി കാണിക്കുക. അവര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഉടായ്പകൾ അവർക്ക് മനസ്സിലാവും. അവരെ ചതിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങളെ, ചതിക്കുഴികളെ അവർ തിരിച്ചറിയും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവർ വഴങ്ങിയില്ല. കമ്മിറ്റിയും വേണ്ട, കമ്മിറ്റിക്ക് ചെയർമാനും വേണ്ട, അധ്യക്ഷനും വേണ്ട. അവർ ചോദിച്ചു, ഈ ആശാ ജീവനക്കാര് 62 വയസ്സ് തികയുമ്പോൾ റിട്ടയർ ചെയ്യണമെന്നൊരു തീരുമാനമുണ്ട്. ഏത് വിദഗ്ധ സമിതി കൂടിയിട്ടാ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? പല സംസ്ഥാനങ്ങളിലും ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏത് കമ്മിറ്റി പറഞ്ഞിട്ടാണ് അത് വർദ്ധിപ്പിച്ചത്? പിന്നെ ഇതിനാ ഇപ്പൊ ഇവിടെ ഈ സമരം ചെയ്യുമ്പോൾ ഒരു കമ്മിറ്റി? ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നാണ് സംസ്ഥാന ഗവൺമെന്റും CITU ഒക്കെ പറയുന്നത്. അത് കേന്ദ്രമാണ് തീരുമാനിക്കേണ്ടതെങ്കിൽ പിന്നെന്തിനാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ഒരു വിദഗ്ധ സമിതി? മനസ്സിലാക്കുന്നത് ഈ ഒരു നിർദ്ദേശം ആദ്യം വെച്ചത് നമ്മുടെ ചന്ദ്രശേഖരനാണെന്ന്. ഇപ്പൊ അദ്ദേഹം നിഷേധിച്ചുകൊണ്ട് ഒരു പ്രസ്താവന കാണുകയുണ്ടായി. അതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹമാണ് പറഞ്ഞത് നമുക്കൊരു സമിതിയെ വെക്കാവുന്നത്. അത് മാത്രമല്ല, സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അദ്ദേഹം ഈ ആശാ ജീവനക്കാരെ ഓർമ്മിപ്പിച്ചു. അത് കാണേണ്ടതുണ്ട്. നമ്മൾ സർക്കാർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി കാണേണ്ടതുണ്ട്. ചേട്ടാ, ഒരു പ്രതിസന്ധിയുമില്ലെന്ന് ബാലഗോപാൽ ആവർത്തിച്ച് പറയുമ്പോഴാണ് നമ്മൾ സാമ്പത്തിക വികസനത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് ബാലഗോപാൽ പറയുമ്പോഴാണ് ചന്ദ്രശേഖർ സാർ പറയുന്നത് കേരളം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്, നമ്മളത് കാണണം. ഇപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുന്നതും പ്രായോഗികമല്ല. ഒരു തൊഴിലാളി യൂണിയൻ നേതാവാ പറയുന്നത്, തൊഴിലുടമയല്ല. ഗവൺമെന്റ് അത് പറഞ്ഞാൽ മനസ്സിലാക്കും. പ്രതിസന്ധി ഉണ്ട്, ഇപ്പോഴിത് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. ഇത് INTUCയുടെ നേതാവ്, പ്രതിപക്ഷത്തിരിക്കുന്ന സംഘടനയുടെ നേതാവ്, ഈ സമരത്തെ പരിപൂർണമായിട്ട് പിന്താങ്ങുന്ന കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് പറയുന്നത് സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയിലാണ്, ഇപ്പോഴിത് പ്രായോഗികമല്ലെന്ന്. ഇത് കോൺഗ്രസിന്റെ നിലപാടാണോ? കോൺഗ്രസിന്റെ അഭിപ്രായമാണോ? സത്യം പറഞ്ഞാൽ ഈ സമരത്തെ പൊളിക്കുക എന്നുള്ളതായിരുന്നു ഈ നിർദ്ദേശത്തിന്റെ പിന്നിലെ ഉദ്ദേശം. അതായത് കമ്മിറ്റിയെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമരമില്ലല്ലോ, സമരം തീർന്നല്ലോ, സമരം പൊളിഞ്ഞല്ലോ, ഖ്യാതി അടിക്കാമല്ലോ, ഞങ്ങൾ സമരത്തെ പൊളിച്ചു എന്നുള്ളത്. ഇവിടെ സർക്കാരിന്റെയും CITUവിന്റെയും ഒരു കോടാലിക്കൈയായിട്ട് INTUC പ്രസിഡന്റ് പ്രവർത്തിച്ചു എന്ന് സമ്മതിക്കേണ്ടി വരും, അങ്ങനെ പറയേണ്ടി വരും.
പറയുന്നതിന് യാതൊരു മടിയുമില്ല. ഇത് ഗവൺമെന്റ് INTUC കൊണ്ട് പറയിപ്പിച്ചതാ. INTUC പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, CATU പറഞ്ഞ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടേ. ശമ്പളം കൂട്ടി കൊടുക്കുന്നതും ആനുകൂല്യങ്ങൾ നൽകുന്നതും പ്രായോഗികമല്ലെന്ന് CATU പറയില്ല. പറഞ്ഞ അവരുടെ തൊഴിലാളികള് നേതാക്കളെ പിടിച്ച് ഇടിക്കും, മുമ്പിൽ നോക്കി ഇടിക്കും അവര്. INTUC ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഇത് ഗവൺമെന്റിന് വേണ്ടി, CATUവിന് വേണ്ടി INTUC കൊണ്ട് പറയിപ്പിച്ചതാ. ഈ തൊഴിലാളി വിരുദ്ധ പ്രതിലോമ നിലപാട് INTUC പോലൊരു തൊഴിലാളി സംഘടന ഒരിക്കലും, അത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ പോലും INTUC എടുക്കാൻ പാടില്ലാത്ത ഒരു നിലപാട് INTUCന്റെ പ്രസിഡന്റ് എടുത്തു എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ മേൽ പറഞ്ഞ കോൺഗ്രസ് നേതാക്കള് ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു ചിന്തിക്കണം. കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിക്ക് ഇത് ഭൂഷണമാണോ, അഭിമാനകരമാണോ എന്നുള്ളത്. കേരളത്തിലെ INTUCയുടെ പ്രസിഡന്റ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു മെയ്ക്കാട് പണിക്കാരനായിട്ടാണ് കുറെ കാലങ്ങളായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും ഒക്കെ വലിയ സ്വാധീനമാണ്. അദ്ദേഹത്തിന് എപ്പോഴും വേണമെങ്കിലും കടന്നിയല്ല. ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിക്കൊപ്പം പ്രാതലോ ഉച്ചഭക്ഷണമോ അത്താഴമോ കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ചുരുക്കം നേതാക്കളിൽ ഒരാളാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യം, അതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇത്തരം ആരോപണ സ്വഭാവമുള്ള കാര്യങ്ങൾ ഞാൻ പറയാറില്ല. പല CPM നേതാക്കളെക്കാൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. മുഖ്യമന്ത്രിയോട് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതോ അത്താഴം കഴിക്കുന്നതോ പ്രാതൽ കഴിക്കുന്നതോ ഒക്കെ അദ്ദേഹത്തിന്റെ കാര്യം, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ INTUC എടുക്കേണ്ട തീരുമാനങ്ങള്, നിലപാടുകൾ, നയങ്ങള് തീരുമാനിക്കേണ്ടത് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആവരുത്. ക്ലിഫ് ഹൗസിന്റെ തിണ്ണയിൽ ഇരുന്നു കൊണ്ടല്ല ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത്. അവിടെ നിന്നുള്ള തീട്ടൂരമനുസരിച്ചല്ല INTUC പ്രവർത്തിക്കേണ്ടത്. പക്ഷെ നടക്കുന്നതാ കുറെ കാലങ്ങളായിട്ട്. അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളുണ്ട് ചിലതൊക്കെ വ്യക്തിപരമായിട്ട്. ഏതോ ചില കേസിലൊക്കെ പ്രതിയാണെന്ന് വാർത്തകൾ വായിച്ചു ഓർക്കുന്നുണ്ട്. അതിന്റെ പ്രോസിക്യൂഷൻ സംബന്ധിച്ച ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന് ഗവൺമെന്റിന്റെ ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടേണ്ടത് ഉണ്ടാവാം. ഇതൊക്കെ ശരിയാ. പക്ഷെ അദ്ദേഹം നയിക്കുന്നത് INTUC കോൺഗ്രസിന്റെ സംഘടനയാ. സ്വന്തം ഇഷ്ടത്തിന് തീരുമാനിക്കാനുള്ളതല്ല. ഒരു സമരം ഉണ്ടാകുമ്പോൾ, സർക്കാരുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആരുടെ കൂടെ നിൽക്കണം? തൊഴിലുടമയുടെ കൂടെ നിൽക്കണോ, സർക്കാരിന്റെ കൂടെ നിൽക്കണോ, തൊഴിലാളിയുടെ കൂടെ നിൽക്കണോ? അത് തീരുമാനിക്കേണ്ടത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ആദ്യം പറഞ്ഞ നേതാക്കളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി ആവർത്തിക്കുക. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് INTUC പ്രസിഡന്റിനെ പേടിയാണോ? അദ്ദേഹം ഒരു സൂപ്പർ നേതാവാണ്. INTUCയുടെ നിലപാട് കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് അനുരൂപമായിരിക്കേണ്ടതല്ലേ? ആശാസമരത്തിലെ KPCCയുടെ നിലപാട് ആ സമരത്തിന് അനുകൂലമല്ലേ? അതിനെ പിന്താങ്ങുന്നില്ലേ? എന്നിട്ടും എന്തുകൊണ്ട് അതിനെ പൊളിക്കുന്നതിന് INTUCയുടെ പ്രസിഡന്റ് നടത്തുന്ന ശ്രമങ്ങൾ, അതിനെ നിങ്ങൾ കാണാതിരിക്കുന്നു? INTUC എന്ന് പറയുന്നത് കോൺഗ്രസ് ആണോ? INTUC കോൺഗ്രസിന്റെ കീഴിലാണോ? ഇതിനൊരു ഉത്തരം ലഭിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം അവരൊക്കെ താല്പര്യപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമരമാണ് ആശമാരുടേത്. KPCCയുടെ നിലപാടുകളെ തുടർച്ചയായി ധിക്കരിച്ചുകൊണ്ട് വ്യത്യസ്തമായ INTUC നിലപാട് സ്വീകരിക്കുന്ന ഈ സംസ്ഥാന പ്രസിഡന്റിനെ ആ സ്ഥാനത്തു നിന്ന് നീക്കാൻ KPCCയിലൊക്കെ പലപ്പോഴും പുനഃസംഘടനകൾ വരുമല്ലോ. അതുപോലെ എന്തുകൊണ്ട് INTUC പുനഃസംഘടിപ്പിക്കുന്നില്ല? R ചന്ദ്രശേഖരൻ, അദ്ദേഹം തൊഴിലാളി വിരുദ്ധ നിലപാട്, കോൺഗ്രസ് വിരുദ്ധ നയമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ നീക്കാൻ എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് മടിക്കുന്നു? അതിനുള്ള ധൈര്യം നിങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? കഴിഞ്ഞ 17-18 വർഷമായിട്ട് ഈ ചന്ദ്രശേഖരനാണ് INTUCയുടെ പ്രസിഡന്റ്. INTUC നയിക്കാൻ വേറെ ആരും ഈ രാജ്യത്തില്ലേ? എത്രയോ സംഘടനകൾ, എത്ര തൊഴിലാളി സംഘടനകൾ കോൺഗ്രസിന്റെ ഒപ്പമുണ്ട്, കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് ജയിച്ചു വരുന്നതെന്നാണ് പറയുന്നത്. ഏതുതരം തെരഞ്ഞെടുപ്പാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് അറിയില്ല. പക്ഷെ 17-18 വർഷമായിട്ട് അദ്ദേഹം ഈ INTUC സ്വന്തം കൈപ്പിടിയിൽ വെച്ച് അനുഭവിക്കുകയാണ് എന്നുള്ള വസ്തുത അറിയാം. ഈ R ചന്ദ്രശേഖരൻ ശശി തരൂറൊന്നുമല്ല സ്വന്തം അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ. ശശി തരൂർ അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയെ വഴിതിരിച്ചു കൊണ്ടുപോവുകയാണ് R ചന്ദ്രശേഖരൻ ശ്രമിക്കുന്നത്. ഇതിനൊരു അവസാനം കാണാൻ സമയമായി. ഇപ്പൊ CATU INTUCയും ഈ സമരത്തെ എതിർക്കുന്നത് SUCI ഈ സമരം നേതൃത്വം കൊടുക്കുന്നതുകൊണ്ടാണ്. SUCIക്ക് ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ പാടില്ലേ? അത് INTUC, CATU, AITUC ഇവർക്കൊക്കെ എഴുതി കൊടുത്തിരിക്കുന്ന, അട്ടിപ്പേർ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും കാര്യമാണ്? എന്തുകൊണ്ടാണ് ആശമാരെ SUCIയുടെ നേതൃത്വം സ്വീകരിച്ചത് എന്നുള്ളത് ആലോചിക്കണം.
അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ, അവർക്ക് ന്യായമായ ആവശ്യങ്ങൾ ഉണ്ടായപ്പോൾ അത് കണ്ടറിയാനും അത് മനസ്സിലാക്കാനും അവരെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ INTUCയുടെ കൊടിക്കീഴിൽ അണിനിർത്താനും ആരാണ് ശ്രമിക്കേണ്ടിയിരുന്നത്? INTUCയുടെ നേതൃത്വമാണ്. INTUCക്ക് CITU വളരുന്നതിലോ തൊഴിലാളികൾ അവരുടെ കൂടെ പോകുന്നതിലോ പ്രശ്നമില്ല. SUCI പോലൊരു ചെറിയ സംഘടനയിലേക്ക് തൊഴിലാളികൾ പോകുന്നതിലുള്ള സങ്കടം അല്ലെങ്കിൽ പേടിയാ. അത് എന്തുകൊണ്ട് പോകുന്നെന്ന് ആലോചിക്കണം. മുഖ്യധാര തൊഴിലാളി സംഘടനകള് സർക്കാരിന്റെ കുടിലൂത്തുകാരായി മാറിയിട്ട് സർക്കാരിനും തൊഴിലുടമകൾക്കും അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ തൊഴിലാളികള് അവരെ രക്ഷിക്കാൻ കഴിയുന്ന സംഘടനകളിലേക്ക് നീങ്ങും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് KPCC നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ, നിങ്ങൾ ആശാസമരത്തെ കുറിച്ച് പറയുന്നത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ INTUC എടുക്കുന്ന ഈ നിലപാടിനെതിരെ പ്രതികരിക്കാനും വേണ്ടി വന്നാൽ അങ്ങനെ തുടർച്ചയായിട്ട് സമരത്തിനെതിരായിട്ട് നിലപാടെടുക്കുന്ന, ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആശാ വർക്കർമാർക്ക് ഒരു അനുരഞ്ജന മനോഭാവം ഇല്ല എന്നാണ്. രണ്ട് ചെറിയ ആവശ്യങ്ങൾ, ഓണറേറിയത്തിന്റെ ഒരു ചെറിയ വർധന, അല്ലെങ്കിൽ വിരമിക്കുമ്പോഴത്തെ ഒരു 5 ലക്ഷം രൂപയുടെ ആനുകൂല്യം, അത് ചോദിക്കുമ്പോൾ ഇനി എന്തോന്ന് അനുരഞ്ജനം? എന്താ വേണ്ടത്? എന്താ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിക്കണം. അനുരഞ്ജന മനോഭാവം ഇല്ല പോലും. ഇങ്ങനെ നിലപാടെടുക്കുന്ന ഈ INTUCയുടെ പ്രസിഡന്റിനെ വേണ്ടി വന്നാൽ പുറത്താക്കാനുള്ള ആർജവം KPCC കാണിക്കും.